അങ്ങനെ തിരൂരത്തെ കറക്കത്തിന് ശേഷം ഞങ്ങൾ വന്നിരിക്കുന്നത് പാർക്കിലോ ബീച്ചിലോ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഗൈസ്. സോറി, ബീച്ചിലാണ്, എന്നാൽ പാർക്കിലല്ല. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. നല്ല കിഡിലൻ ആംബിയൻസോട് കൂടിയിട്ടുള്ള സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു സ്പേസ് കണ്ടപ്പോൾ ശരിക്കും റിസോർട്ടിൽ പോയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് അത് വരുന്നവരെ ഞങ്ങളിവിടെ കറങ്ങി നടന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെയും കുറെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഈ ഒരു സീ വ്യൂ പൊളിയായിരുന്നേ. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാട്ടോ. ഇവിടുത്തെ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഞങ്ങളായിരുന്നേ. അങ്ങനെ ഞങ്ങൾ എത്തി. ജാൻവിയുടെ സൈസിനനുസരിച്ച് വാഷ് ബേഴ്സിന് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ആള് ലൈഫ് ബോയ് ആഡിലെ പോലെ കൈ കഴുകുകയായിരുന്നു കേട്ടോ. ഞാനും അമ്മൂമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊണാണ്. കുറേ കാലം ഞാൻ ഊണ് കഴിച്ചിട്ട്. സോ ഇന്നൊരു ഊണാവാന്ന് കരുതി. ഏട്ടനും അമ്മും എപ്പോഴത്തെ പോലെ തന്നെ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊണിന്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് 2 ആവോലി പൊരിച്ചതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കോംബോ ആയിട്ട് ചിക്കൻ 65. ഉച്ചക്കത്തെ വിശപ്പിന്റെ ആക്രാന്തവും പിന്നെ കൊതിയും മൂലം ഞാനിതേ വെട്ടി വിഴുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഊണിന്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ പായസം കിടിലനായിരുന്നു കേട്ടോ. ഇനി ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ആംബിയൻസ് എല്ലാം കിടിലായിരുന്നെങ്കിലും ഫുഡെല്ലാം ആവറേജ് ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടായിരുന്ന ബട്ടർ ഷേക്കും മിൻലൈമും ലാസ്റ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ട്രോ കണ്ടാക്കുന്നതിൽ ജാൻവിക്കുട്ടി ഇതേ ഷേക്ക് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഷെയർ ഇട്ടിട്ട് മിൻലൈം എല്ലാം കുടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് ജങ്കാർ കയറാണ് പോകുന്നത്. ബട്ട് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ജങ്കാർ എല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയ സ്ഥിതിക്ക് ഉപ്പിലിട്ട മാങ്ങ കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്കൊരാഗ്രഹം. അങ്ങനെ മാങ്ങയും വാങ്ങിച്ചു. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് ബാക്കി എല്ലാം കവറിൽ കുത്തിക്കയറ്റി ചെയ്തായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു ഉറക്കമാവാം. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.